ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നിക്കൽ ബേസ് ചെയ്തിട്ട് നല്ല മൂവ്മെൻറ്റ് വന്ന കുറച്ച് സ്റ്റോക്സുകളെ പറ്റിയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ലിസ്റ്റിൽ വന്നിരിക്കുന്ന സ്റ്റോക്സ് BSE ആണ്. അപ്പോൾ BSE 6% മുകളിൽ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് BSEയുടെ ചാർട്ട് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് 1 ഇയർ ഡെയിലി ചാർട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അത് റീസെൻറ്റ് വന്നിരിക്കുന്ന എല്ലാ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല രീതിയിലുള്ള ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. നല്ല ഒരു അപ് ട്രെൻഡാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ മാർക്കറ്റ് പോസിറ്റീവ് ആണെങ്കിൽ അടുത്ത ദിവസങ്ങളിലും പോസിറ്റീവ് തന്നെയാണെങ്കിൽ പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റോക്സാണ് BSE. ഓക്കെ, അപ്പോൾ ഈ ഒരു BSE സ്റ്റോക്സ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ വേണമെങ്കിൽ ആഡ് ചെയ്തിടാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റോക്സ് മദർസൺ ആണ്. അപ്പോൾ അതും നല്ല രീതിയിലൂടെ ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മുമ്പത്തെ റെസിസ്റ്റൻസ് ഇതായിരുന്നു. ഈ റെസിസ്റ്റൻസ് നല്ല രീതിയിലൂടെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വോളിയത്തിലുമാണ് ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടെ താഴെ കാണാൻ സാധിക്കും. നല്ലൊരു വോളിയത്തിൽ തന്നെ ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും മാർക്കറ്റ് പോസിറ്റീവ് ആണെങ്കിൽ പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ടൊറൻറ്റ് പവർ ആണ്. ഇപ്പോൾ ടൊറൻറ്റ് പവർ നമുക്ക് ചെക്ക് ചെയ്യാം. ടൊറൻറ്റ് പവർ ഇപ്പോൾ റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസിൽ ഹിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്ത് ഡെയിലി ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹൈ ഒക്കെ പോകാൻ ചാൻസ് ഉള്ളതാണ്. അതല്ല എങ്കിൽ റെഡ് ക്യാൻഡിലാണ് താഴെ അടുത്ത ദിവസങ്ങളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഇത് റിവേഴ്സ് വരാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ അത് റെസിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ടൊറൻറ്റ് പവറും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത അസ്ട്രാളാണ്. അപ്പോൾ അസ്ട്രാൾ നമുക്ക് നോക്കാം. അതും ഇപ്പോൾ റീസെൻറ്റ് വന്നിരിക്കുന്ന റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ഔട്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെയൊക്കെ റെസിസ്റ്റൻസ് ആയിരുന്നു, അതൊക്കെ ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അടുത്ത ദിവസങ്ങളിൽ ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഈ ഒരു ഹൈ ഒക്കെ പോകാൻ ചാൻസ് കാണുന്നുണ്ട് അസ്ട്രാൾ. അപ്പോൾ ഇതും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്ത ഡിമാർട്ടാണ്. ഡിമാർട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. മുമ്പ് ഈ ഒരു ലെവല് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിരുന്നു. ഇവിടെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ടാണ്. അതിനുശേഷം ഇവിടെയാണ് ഒരു ബ്രേക്ക് ഔട്ട് വന്നിരുന്നത്. അതിനുശേഷം റെസിസ്റ്റൻസായി മാറി, ഇവിടെയും റെസിസ്റ്റൻസായി മാറി. ഇപ്പോഴാണ് ഒരു ബ്രേക്ക് ഔട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അപ്സൈഡിലാണ് ബ്രേക്ക് ഔട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതും അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് പോസിറ്റീവ് ആണെങ്കിൽ കയറി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്ത് പവർ ഗ്രിഡാണ്. ഇപ്പോൾ പവർ ഗ്രിഡ് ഇപ്പോൾ റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. കാണാൻ സാധിക്കും ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഇത് ബ്രേക്ക് ഔട്ട് ചെയ്താൽ മാത്രമാണ് നമുക്കിനി അടുത്തൊരു ഹൈ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആ ലെവലും ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ലെവലൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ സ്ട്രോങ് റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്തേക്കാണ്. അപ്പോൾ ഇവിടെ റിവേഴ്സ് ആവുന്നുണ്ടോയെന്ന് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്സാണ് പവർ ഗ്രിഡ്. പിന്നെ അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് പെട്രോനെറ്റ് ആണ്. പെട്രോനെറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ഇവിടെ വന്നിരുന്ന റെസിസ്റ്റൻസ് നമുക്ക് കണ്ട് അത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അതിവിടെ നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു റെസിസ്റ്റൻസ് ലെവലൊക്കെ പോകാൻ ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് പോസിറ്റീവൊക്കെ ആണെങ്കിൽ ഈ റെസിസ്റ്റൻസ് ലെവൽ
പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പെട്രോനെറ്റും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സ്റ്റോക്സിലൊക്കെ നമ്മൾ ടെക്നിക്കൽ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് പോസിറ്റീവ് ആണെങ്കിൽ, അതായത് നിഫ്റ്റിയൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ, ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോക്സുകളും അപ് ട്രെൻഡിൽ പോകാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഈ സ്റ്റോക്സുകളിൽ നല്ലൊരു മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻട്രാഡേക്ക് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്സുകളാണ്. അപ്പോൾ ഈ സ്റ്റോക്സുകളാണ് ഇന്ന് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത സ്റ്റോക്സ് ലിസ്റ്റുമായി ഞാൻ അടുത്ത ദിവസം വരാം. അപ്പോൾ ഈ സ്റ്റോക്സുകളൊക്കെ നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ലെവൽസൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും അടുത്ത ദിവസം കാണാം. അതുവരെ നന്ദി, നമസ്കാരം.